ഓ ഷാവിക എന്താ ഇങ്ങനെ ചൂടില്ലേ? എന്ത് ചൂടാലേ? മോളെവിടെ പോ? മോളെ ലൈഷു, അനക്ക് ചൂടൊന്നുമില്ല, ഈ വേർത്തിട്ടൊന്നുമില്ലല്ലോ. എന്റെ സ്വന്തം ഫാൻ ഉണ്ടല്ലോ. ആഹാ, അടിപൊളി ഫാൻ, നല്ല കാറ്റൊക്കെ ഉണ്ടല്ലോ. ഇത് എവിടുന്നാ? ഇത് നമ്മുടെ ചേലക്കര റോയലിന് വാങ്ങിയതാണ്. സ്കൂൾ ബസാറിന്റെ ഭാഗമായിട്ട് 2000-ലധികം പർച്ചേസ് ചെയ്താൽ പേഴ്സണൽ ഫാൻ സമ്മാനമായി നൽകുന്നതാണ്. കൂടാതെ നോട്ട് ബുക്സ്, ബാഗ്സ്, സ്കൂബിയുടെ ബാഗ്സ് എല്ലാം കമ്പനിയേക്കാൾ കുറഞ്ഞ വിലക്കാണ് ഇവിടെ കൊടുക്കുന്നത്. കുട്ടികളുടെ ബാഗ് എടുത്ത ബാറ്റും ബോളും, മുതിർന്നവരുടെ ബാഗ് എടുത്ത മഗ് സെറ്റും ഫ്രീ. 299 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോംബോ സെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. സ്കൂൾ ബസാർ നറുക്കെടുപ്പിലൂടെ 3ാം സമ്മാനമായി ഇലക്ട്രിക് കെറ്റിൽ 2 പേർക്കും, 2ാം സമ്മാനമായി സ്റ്റഡി ടേബിളും, ബമ്പർ സമ്മാനമായി സൈക്കിളും ലഭിക്കുന്നതാണ്. റോയൽ ബസാർ, പാലസ് റോഡ്, ചേലക്കര. കേരള ഭാഗ്യക്കുറിയുടെ സമ്മാനഘടന വീണ്ടും പരിഷ്കരിച്ചു. ജൂൺ 11 മുതൽ പുതിയ നറുക്കെടുപ്പ് ആരംഭിക്കും. മെയ് 2 മുതൽ ഭാഗ്യക്കുറി ടിക്കറ്റുകളുടെ വില ഏകീകരിച്ച് 50 രൂപയാക്കുകയും സമ്മാനഘടനയിൽ മാറ്റം വരുത്തി 50 രൂപയുടെ സമ്മാനം ഉൾപ്പെടുത്തുകയും ആദ്യമുണ്ടായിരുന്ന 2000, 200 എന്നീ സമ്മാനങ്ങൾ എടുത്തുകളയുകയും ചെയ്തിരുന്നു. 50 രൂപയുടെ സമ്മാനങ്ങൾ നടപ്പാക്കിയത് ഏജന്റുമാരിലും വിൽപ്പനക്കാരിലും വൻ പ്രതിഷേധത്തിന് ഇടയാക്കി. കമ്പ്യൂട്ടറിൽ സ്കാൻ ചെയ്ത് കയറ്റുവാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് കാരണം വൻകിട ഏജന്റുമാരുടെ കൈകളിലും ഭാഗ്യക്കുറി ഓഫീസുകളിലും 50 രൂപയുടെ സമ്മാന ടിക്കറ്റുകൾ കെട്ടിക്കിടക്കുകയാണ്. സമ്മാനഘടനയിൽ 2000, 200 എന്നീ സമ്മാനങ്ങൾ ഉൾപ്പെടുത്തിയാണ് പുതിയ പരിഷ്കരണം. 50 രൂപയുടെ സമ്മാനം എടുത്തുകളയുകയും ചെയ്തു. 5000 രൂപയുടെ സമ്മാനങ്ങൾ 20 എണ്ണവും, 2000 രൂപയുടെ 6 എണ്ണവും, 1000 രൂപയുടെ 30 എണ്ണവും, 500 രൂപയുടെ 76 എണ്ണവും, 200 രൂപയുടെ 90 എണ്ണവും, 100 രൂപയുടെ 150 എണ്ണവും എന്നിങ്ങനെയാണ് പരിഷ്കരണം. എന്നാൽ മുൻപ് ഭാഗ്യക്കുറി ടിക്കറ്റിന് 40 രൂപ വിലയുണ്ടായിരുന്നപ്പോൾ ബുധനാഴ്ചകളിൽ മാത്രം നറുക്കെടുത്തിരുന്ന 50 രൂപ ടിക്കറ്റായ 50-50 നറുക്കെടുപ്പിൽ 5000 രൂപയുടെ 23 എണ്ണവും 2000 രൂപയുടെ 12 എണ്ണവും ഉണ്ടായിരുന്നുവെന്നും ഇത് നിലനിർത്തണമെന്നുമാണ് പ്രതിപക്ഷ സംഘടനകളുടെയും വിൽപ്പനക്കാരുടെയും ആവശ്യം. പുതിയ സമ്മാനഘടന പരിഷ്കരണത്തിലൂടെ നറുക്കെടുപ്പിൽ 1 മണിക്കൂർ ലാഭിക്കാൻ കഴിയുമെന്നാണ് ലോട്ടറി വകുപ്പ് കണക്കുകൂട്ടുന്നത്. ലോട്ടറി ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്ന ചെറിയ സമ്മാനങ്ങളുടെ എണ്ണം കുറയ്ക്കുവാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നു. മുൻപ് 40 രൂപയുടെ 1,08,00,000 ടിക്കറ്റുകളാണ് അച്ചടിച്ചിരുന്നത്. ഇപ്പോൾ 96 ലക്ഷം ടിക്കറ്റുകൾ മാത്രമാണ് അച്ചടിക്കുന്നത്. എന്നിട്ടും ടിക്കറ്റുകൾ ലോട്ടറി ഓഫീസുകളിൽ ബാക്കിയാവുകയാണ്. ഈ സാഹചര്യത്തിലാണ് സമ്മാനഘടന വീണ്ടും പരിഷ്കരിക്കാൻ ലോട്ടറി വകുപ്പ് തീരുമാനിച്ചത്. ആകെ 3,95,294 സമ്മാനങ്ങളാണ് പരിഷ്കരിച്ച ടിക്കറ്റിലുള്ളത്. 24.35 കോടി രൂപയാണ് ആകെ വിതരണം ചെയ്യുന്ന സമ്മാനത്തുക. 3.4 കോടി രൂപയാണ് ഏജന്റ് കമ്മീഷൻ ഇനത്തിൽ വിതരണം ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, റൈറ്റ് വിഷൻ ന്യൂസ്.